ശ്രീ ആരിഫ് ഹുസൈൻ, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിക്കുമല്ലോ, ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ചില കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. സുപ്രീം കോടതി പ്രധാനമായും ഈ ഒരു കേസുകളിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഈ പരിധി നിശ്ചയിക്കുന്നത് എങ്ങനെ ഭരണഘടനാ ലംഘനമാകുമെന്നുള്ളൊരു കാര്യമാണ്. എങ്ങനെ താങ്കൾ നോക്കിക്കാണും ഈ വിഷയത്തെ? ഈ സുപ്രീം കോടതി വഴി ഇതുപോലെ ഒരു പരിശോധന ഇവിടെ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഫലത്തിൽ അത് ഈ അമെന്റ്മെന്റിന് കൂടുതൽ ബലമേകുകയാണ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ വിവിധ വശങ്ങൾ പാർലമെന്റിലോ ചർച്ച നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് ഇത് പാർലമെന്റിൽ നടക്കേണ്ട ചർച്ചകൾ അവിടെ നടക്കുന്നതിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുന്നു. ഇതിന്റെ ചർച്ച നടക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി പോലും മൗനിയായിട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇനി ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ചർച്ച നടക്കാൻ പോകുന്നത് കോടതിയിലാണ്. അപ്പൊ അവിടെ അതിന്റെ ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് അതിനകത്ത് കാണാനുള്ളത്. അത് കൂടുതൽ ഗുണകരമാവുകയാണ് ചെയ്യുക. ജനങ്ങൾക്കിപ്പോ ഇന്ന് നിലവിൽ ഇവിടുത്തെ പാർലമെന്റിനേക്കാൾ കൂടുതൽ വിശ്വാസ്യത അത് കോടതിയിലേക്ക് വന്നു എന്നും കൂടിയാണ് ഇപ്പൊ ഇവിടെ തെളിയിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. അത് ഏത് രീതിയിൽ കാണും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ വഖഫിന്റെ വിഷയങ്ങൾ അത് എന്തായാലും ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ വിവിധ വകുപ്പുകൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അനിയന്ത്രിതമായ അധികാരവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ വശങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. എന്നാൽ മാത്രമാണ് ഇത് കൂടുതൽ കലാപങ്ങളിലേക്ക് പോലും പോകാതിരിക്കുകയുള്ളൂ. അങ്ങനെ ഭീതി വ്യാപാരം നടത്തുന്ന ആളുകൾക്കും കൂടി അവരുടെ ഭീതി വ്യാപാരം അത് അവസാനിപ്പിക്കാൻ പോലെയുള്ള ഒരു കാരണമായിട്ട് ഇത് മാറും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ തന്നെ കോൺഗ്രസും പ്രതിപക്ഷവും ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ ലംഘനം എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും അടക്കം ആദ്യഘട്ടം മുതലേ പറയുന്നുണ്ട് ഇതൊരു ഭരണഘടനാ ലംഘനമല്ല, ഒരു രാഷ്ട്രീയ മതപരമായ കടന്നുകയറ്റം ഒന്നുമല്ല, ഇത് കൃത്യമായൊരു അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. എന്നാൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ പിന്നീടും ഇത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നു? അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു എന്നതാണൊരു ചോദ്യം. അതിന് പിന്നിൽ എന്താണ്? കോൺഗ്രസിന് ഇത്തരം വിഷയങ്ങളിൽ ഒരു ധാരണപ്പശക ഉള്ളത് അത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. അതിപ്പോ പൗരത്വ ഭേദഗതി വിഷയം ഇവിടെ വന്ന സമയത്തും ഇത് കണ്ടതാണ്. അത് പൗരന്റെ അവകാശത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ്, മുസ്ലിങ്ങളെ പുറത്താക്കാൻ പോകുന്നു എന്നുള്ള ആ രീതിയിലേക്ക് അത് വളച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ നിയമം എന്നുള്ളത് അവർ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഈ വിഷയത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനം നടക്കുന്നത് അത് ഇന്നല്ല. അത് ഈ ബില്ല്, ഈ വഖഫ് ആക്ട് ഇവിടെ കൊണ്ടുവന്ന സമയത്തും അത് 95 കൊണ്ടുവന്നപ്പോഴായാലും പിന്നീട് അതിന്റെ അമെന്റ്മെന്റ് നടക്കുമ്പോഴായാലും ആ ബില്ല് കൊണ്ടുവന്നത് തന്നെയാണ് ഇതിനകത്ത് ഭരണഘടനാ ലംഘനം. കാരണം ഇതുപോലെ ഒരു മതത്തിന്റെ നിയമത്തിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അത് നമ്മുടെ ഇവിടെ ഉയർത്തി വെക്കുന്ന ഭരണഘടനാപരമായ മതപരമായ വേർതിരിവുകളൊന്നും പാടില്ല എന്ന് പറയുന്നിടത്ത് ആ ഭരണഘടനയുടെ ആ ഒരു വാഗ്ദാനത്തെയാണ് ഇവിടെ ആദ്യമേ ലംഘിച്ചത്. അത് കോൺഗ്രസ് തന്നെയാണ് ലംഘിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമെന്റ്മെന്റ് നടത്തുമ്പോൾ അതാണ് ഭരണഘടനാ ലംഘനം എന്നൊക്കെ പറയുമ്പോൾ ഈ മണ്ടത്തരം ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു പോകുന്നത് വിശ്വസിക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇനി വിലപ്പോവില്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ ചർച്ച നടക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷണവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്ന പാർലമെന്റിലാണ്. അവിടെ അവർ ഒഴിഞ്ഞു മാറി. ഇനിയിപ്പോ അത് കോടതി നടക്കട്ടെ. അപ്പൊ അത് പുറത്തേക്ക് കൂടുതൽ അതിന്റെ വ്യക്തതയോടുകൂടി തന്നെ വരട്ടെ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത്.